ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടിംഗ് ആരംഭിച്ചു. 18 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 91 മണ്ഡലങ്ങളിലാണ് വോട്ടിംഗ്. ഉത്തർപ്രദേശിലെയും മഹാരാഷ്ട്രയിലെയും കർഷക സ്വാധീന മണ്ഡലങ്ങളും പോളിംഗ് ബൂത്തിലെത്തുന്നു. ആന്ധ്ര, അരുണാചൽ, സിക്കിം, ഒഡീഷ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഇന്ന്. ഇതിനിടെ ആന്ധ്രയിലെ ഗുണ്ടൂരിൽ TDP പ്രവർത്തകർ വോട്ടിംഗിനിടെ പോളിംഗ് ബൂത്ത് തല്ലി തകർത്തു. വിശദാംശങ്ങളുമായി സന്തോഷ് സർണിംഗ് ദില്ലിയിൽ നിന്ന് ചേർന്നുണ്ട്. സന്തോഷ്, പലയിടങ്ങളിലും വ്യാപകമായ അക്രമങ്ങൾ ഉണ്ടാകുന്നു. ആസൂത്രിതമാണോ ഇതൊക്കെ? ഇത് വോട്ടിംഗ് ശതമാനത്തിനെ ബാധിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ? ആനന്ദ്, 18 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി 91 ലോക്സഭാ മണ്ഡലങ്ങളാണ്. അതിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 4 സംസ്ഥാനങ്ങൾ: ആന്ധ്രാപ്രദേശ്, അരുണാചൽ, ഒഡീഷ, സിക്കിം. ഇതിൽ ആന്ധ്രാപ്രദേശിലാണ് ഇപ്പോൾ വലിയ സംഘർഷങ്ങൾ ഉടലെടുത്തിരിക്കുന്നത്. രാവിലെ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരക്കെ അക്രമങ്ങൾ നടന്നിരിക്കുന്നു. പലയിടത്തും വോട്ടിംഗ് മെഷീനുകളൊക്കെ പ്രവർത്തനരഹിതമായി. ഇതേ തുടർന്നുള്ള സംഘർഷത്തിലാണ് ഈ ജനസേന പാർട്ടിയുടെ തന്നെ ഗുണ്ടുകൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി, ആ മണ്ഡലത്തിലെ തന്നെ ഗൂട്ടി ബൂത്തിലെ വോട്ടിംഗ് മെഷീൻ തല്ലി തകർത്തത്. മധുസൂദൻ ഗുപ്ത എന്ന സ്ഥാനാർത്ഥി അപ്പോൾ തന്നെ പോലീസ് പിടികൂടി ജയിലിലേക്ക് മാറ്റുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ EVM മെഷീൻ പ്രവർത്തിക്കാത്തതിനെ തുടർന്നാണ് പ്രകോപിതനായ സ്ഥാനാർത്ഥി ചാനലുകളുമായി ബൂത്തിനുള്ളിലേക്ക് കടക്കുകയും ഈ EVM മെഷീൻ തല്ലി തകർക്കുകയൊക്കെ ചെയ്തിരിക്കുന്നത്. അതിനുശേഷവും വിവിധ സ്ഥലങ്ങളിൽ TDPയും YSR കോൺഗ്രസും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടി. TDPയും YSR കോൺഗ്രസുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ YSR കോൺഗ്രസ് വലിയ വിജയം നേടുമെന്നൊക്കെ അഭിപ്രായ സർവേകൾ വരികയൊക്കെ ചെയ്തതിന് പിന്നാലെ ചന്ദ്രബാബു നായിഡു YSR കോൺഗ്രസ് നേതാവിനെതിരെ വ്യക്തിപരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഒരു സംഘർഷപരമായ പശ്ചാത്തലത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ്. പക്ഷെ തെരഞ്ഞെടുപ്പ് ദിവസം അത് ഏതെങ്കിലും തരത്തിൽ കയ്യാങ്കളിയിലേക്ക് മാറും എന്ന് പ്രതീക്ഷിക്കപ്പെട്ടില്ല. പക്ഷെ പല സ്ഥലത്തും ഇരു പാർട്ടി പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടിയിരിക്കുന്നു. ഗുണ്ടൂരിലെ സംഘർഷത്തിൽ TDP പ്രവർത്തകർ ഒരു പോളിംഗ് ബൂത്ത് തന്നെ തകർത്തു. ഇതിൽ ചിലരെ മാത്രമേ പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ബൂത്തിനുള്ളിൽ പരസ്പരം പ്രവർത്തകർ ഏറ്റുമുട്ടുന്നു. വെസ്റ്റ് ഗോദാവരിയിലാകട്ടെ ഒരു YSR നേതാവിന് കുത്തേൽക്കുകയും ചെയ്തു. പോളിംഗ് ബൂത്തിനുള്ളിൽ നടന്ന സംഘർഷം അതിനുശേഷം പോളിംഗ് ബൂത്തിന് പുറത്തെത്തിയതിനു ശേഷം ഉണ്ടായ സംഘർഷത്തിലാണ് ഈ പോളിംഗ് ബൂത്തിന് പുറത്ത് വച്ച് ഈ YSR കോൺഗ്രസിന് കുത്തേറ്റിരിക്കുന്നത്. TDP പ്രവർത്തകരാണ് ഇതിന് പിന്നിലെന്നാണ് ആരോപണം ഉന്നയിക്കുന്നത്. ഈ സംഘർഷത്തിനിടയിൽ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് നടക്കുന്നുണ്ട്. പക്ഷേ പല മണ്ഡലങ്ങളിൽ EVM മെഷീനുകൾ പ്രവർത്തനരഹിതമായി. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു റീപോളിംഗ് ആവശ്യപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയിരിക്കുന്നത്. സംഘർഷവും പിന്നെ EVM മെഷീൻ പ്രവർത്തനരഹിതമായതും കാരണം പല സ്ഥലങ്ങളിലും വോട്ടർമാർക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. പലരും മടങ്ങിപ്പോയിരിക്കുന്നു. അതുകൊണ്ട് റീപോളിംഗ് വേണം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ കത്തിൽ ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അതേസമയം മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ സമാധാനപൂർവ്വമായി തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 4 മണിക്കൂറിലെ വോട്ടിംഗ് ശതമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള പോളിംഗ് നടന്നു എന്ന് വ്യക്തം. 8 മണ്ഡലങ്ങളാണ് ഉത്തർപ്രദേശിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ഇത്തവണ ഉൾപ്പെടുന്നത്. ഈ 8 മണ്ഡലം BJPക്ക് കഴിഞ്ഞ തവണ വലിയ വിജയം സമ്മാനിച്ച മണ്ഡലങ്ങളാണ്. ഇതിൽ 6 മണ്ഡലങ്ങൾ കർഷക കേന്ദ്രീകൃതം, പ്രത്യേകിച്ച് കരിമ്പ് കർഷക കേന്ദ്രീകൃതമായ മണ്ഡലം. പക്ഷെ ഇത്തവണ ഈ 6 മണ്ഡലങ്ങളിൽ BJPക്ക് വലിയ സ്വാധീനം ഉണ്ടാകില്ല എന്ന് പരക്കെ തന്നെ തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. പിന്നീട് അഭിപ്രായ സർവേകളും അത്തരമൊരു ഫലമാണ് പ്രവചിച്ചത്. എന്തായാലും ആ വോട്ടിംഗ് ശതമാനം നോക്കുമ്പോൾ ഇരു പാർട്ടികൾക്കും ആശ്വാസം ഉണ്ടാകുന്നത് തന്നെയാണ്. ബാഗ്പത്തിൽ 25% കഴിഞ്ഞ 4 മണിക്കൂറിനുള്ളിൽ വോട്ടിംഗ് ഉണ്ടായിരിക്കുന്നത്. മുസാഫർ നഗറാണ് ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലം. 2014 തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് വലിയ സംഘർഷം ഉണ്ടാകുകയും ജാട്ട് മുസ്ലിം വിരുദ്ധ വോട്ടുകളൊക്കെ ഭിന്നിച്ചു പോകുകയും അങ്ങനെ BJP വലിയ വിജയം നേടുകയും ചെയ്തു. അവിടെ 26.48% വോട്ടാണ് ഇതുവരെ പോൾ ചെയ്തിരിക്കുന്നത്. ഇതിനിടയിൽ മുസാഫർ നഗറിലെ സിറ്റിംഗ് MPയും BJP സ്ഥാനാർത്ഥിയും ഈ എതിർ സ്ഥാനാർത്ഥി സമാജ്വാദി BSPയുടെ സ്ഥാനാർത്ഥി ഐസിംഗിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നു. മുസാഫറിൽ കള്ളവോട്ടുണ്ടായിരിക്കുന്നു എന്നാണ് BJPയുടെ ആരോപണം. പക്ഷെ അത് പരാജയം കാരണമാണ് എന്നാണ് ഇപ്പോൾ SP-BSP സഖ്യം ആരോപിച്ചിരിക്കുന്നത്. ബീഹാറിൽ മഹാസഖ്യം മത്സരിക്കുന്നു. അവിടെയും നല്ല രീതിയിൽ
പോളിംഗ് പുരോഗമിക്കുന്നുണ്ട്. ഏറ്റവും അവസാനം ലഭ്യമാകുന്ന കണക്ക് പ്രകാരം 20% ഇവിടുത്തെ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുന്ന 4 ലോക്സഭാ മണ്ഡലത്തിലെ ശരാശരി വോട്ടിംഗ് ശതമാനം. ഇനി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് താരതമ്യേന ഏറ്റവും കൂടുതൽ പോളിംഗ് നടക്കുന്നത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഇത്തവണ BJP വലിയ പ്രതീക്ഷയൊക്കെ അർപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ തന്നെയാണ്. 14 ലോക്സഭാ മണ്ഡലങ്ങളാണ് 7 സംസ്ഥാനങ്ങളിൽ നിന്നായി ആദ്യഘട്ടത്തിൽ എത്തുന്നത്. അരുണാചൽ വെസ്റ്റിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജിജു അടക്കമുള്ളവർ മത്സരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ വലിയ രീതിയിലുള്ള പോളിംഗ് പുരോഗമിക്കുന്നു. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളാണ് ഉത്തരേന്ത്യയെ അപേക്ഷിച്ച് കൂടുതൽ പോളിംഗ് നടക്കുന്നത്. എന്തായാലും പോളിംഗ് ഇപ്പോൾ പുരോഗമിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം ഇതിനേക്കാൾ ശക്തമായ പോളിംഗ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പൊതുവെ ഒരു കഴിഞ്ഞ തവണയൊക്കെ 60% ശരാശരിയായിരുന്നു ഇപ്പോൾ ഈ 91 വോട്ടിംഗ് നടക്കുന്ന 91 ലോക്സഭാ മണ്ഡലങ്ങളിലും ഉണ്ടായത്. അതിനടുത്ത് തന്നെ ഇത്തവണയും പോളിംഗ് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വ്യക്തമാണ് സന്തോഷ്. സമഗ്രമായ വിവരങ്ങളാണ് സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്ന് നൽകുന്നത്. ഏതായാലും മികച്ച പോളിംഗ് തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ആന്ധ്രാപ്രദേശിലെ സ്ഥിതിഗതികൾ വഷളാവുകയാണ്. പലയിടത്തും വ്യാപകമായ സംഘർഷമുണ്ടാകുന്നു. YSR കോൺഗ്രസിലെ ഒരു നേതാവിന് കുത്തേൽക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് സ്ഥിതിഗതികൾ വഷളാകുന്നു. വിശദാംശങ്ങളാണ് സന്തോഷ് സർലിംഗ് നൽകിയത്. അമിത്ഷായുടെ പാകിസ്ഥാൻ പരാമർശത്തിൽ മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. അമിത്ഷായ്ക്ക് വയനാടിനെ കുറിച്ച് ഒന്നും അറിയില്ല. സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ പങ്ക് വഹിച്ച പ്രദേശമാണ് ഇവിടം. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവർക്കേ അത് അറിയൂവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അമിത്ഷായുടെ പാകിസ്ഥാൻ പരാമർശത്തിൽ കനത്ത വിമർശനവുമായി മുഖ്യമന്ത്രി രംഗത്തെത്തിയിരിക്കുന്നു. വയനാടിനെ കുറിച്ചോ വയനാടിന്റെ ചരിത്രത്തിനെ കുറിച്ചോ അമിത്ഷായ്ക്ക് ഒന്നും അറിയില്ലെന്നും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവർക്കോ ചരിത്രത്തിൽ അതിൽ പങ്കുള്ളവർക്കോ മാത്രമേ ഇത്തരം കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ എന്നുമുള്ള പരിഹാസവും മുഖ്യമന്ത്രി അല്പസമയം മുൻപ് വയനാട്ടിൽ നടത്തി. വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് പരിപാടികൾ പാകിസ്ഥാനെ ഓർമ്മപ്പെടുത്തുന്നു എന്ന അമിത്ഷായുടെ പരാമർശത്തിനെതിരെയുള്ള രൂക്ഷമായ വിമർശനമാണ് മുഖ്യമന്ത്രി അല്പസമയം മുൻപ് വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിമുഖീകരിച്ചുകൊണ്ട് നടത്തിയത്. PV കുട്ടൻ ചേരുന്നു വിശദാംശങ്ങളുമായി. കുട്ടൻ, നമുക്കറിയാം ഇടതുപക്ഷ നേതാക്കളോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെയോ പല ആവർത്തി സൂചിപ്പിച്ചതാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലോ അതുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവങ്ങളിലോ ഒരു പങ്കുമില്ലാത്തവർ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിലെ പരിഹാസ്യത അത് തന്നെയാണോ മുഖ്യമന്ത്രി ഉന്നയിക്കുന്നത്? വയനാടിനെ കുറിച്ച് ഒന്നും അറിയില്ല അമിത്ഷായ്ക്ക് എന്ന് അദ്ദേഹം പറയുന്നത്. കൽപ്പറ്റയിൽ തിങ്ങി നിറഞ്ഞ 10,000-കണക്കിന് ജനങ്ങളെ ആവേശത്തിലാക്കിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാട് മണ്ഡലത്തിൽ പര്യടനത്തിലെത്തിയത്. അക്ഷരാർത്ഥത്തിൽ വലിയ ആവേശം നിറഞ്ഞ അന്തരീക്ഷമാണ് ഇപ്പോഴും കൽപ്പറ്റയിലുള്ളത്. ഇവിടെ റോഡ് ഷോ, മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള റോഡ് ഷോ ആരംഭിക്കാൻ വേണ്ടി പോകുന്നു. അല്പസമയം മുമ്പാണ് മുഖ്യമന്ത്രി തന്റെ ഉദ്ഘാടന പ്രസംഗം അവസാനിച്ചത്. കോൺഗ്രസിനെയും BJPയെയും അതിരൂക്ഷമായ രീതിയിൽ, അതിനിശ്ചിതമായ രീതിയിൽ വിമർശിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം. കഴിഞ്ഞ 10 വർഷമായി തുടരുന്ന ജനദ്രോഹ നയങ്ങൾ കോൺഗ്രസും BJPയും മാറി മാറി ഭരിച്ച് ഇന്ത്യയിൽ രാജ്യത്ത് കർഷകദ്രോഹ, ജനദ്രോഹ, തൊഴിലാളി ദ്രോഹ നയങ്ങളാണ് നടപ്പിലാക്കുന്നതെന്ന് പിണറായി വിജയൻ പറഞ്ഞു. മൻമോഹൻ സിംഗിന്റെ അതേ നിലപാടുകൾ തന്നെയാണ് BJP സർക്കാരും തുടരുന്നത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ നേരത്തെ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ആസിയൻ കരാർ, അന്ന് ആ കരാറിനെതിരെ വലിയ പ്രതിഷേധം ഇടതുപക്ഷം ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ അത് വളരെ നല്ല കരാറായിരുന്നു എന്നാണ് കോൺഗ്രസ് പ്രചരിപ്പിച്ചത്. അന്ന് അതിന്റെ ഭാഗമായി രാജ്യത്തെ ഒരുപാട് കർഷകർ തീരാ ദുരിതത്തിലായി. അതിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചത് വയനാട്ടിലെ കർഷകരാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് എത്തുമ്പോൾ ആ കർഷകരോട് മാപ്പ് പറയാനും, ആ ദുരിതം അനുഭവിച്ച കർഷകരോട് മാപ്പ് പറയാൻ തയ്യാറാകണമെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ BJPയുടെ റിക്രൂട്ടിംഗ് ഏജൻസിയായി ഇപ്പോൾ കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയത്തിൽ വിശ്വാസത്തിന് വലിയ ഒരു പ്രാധാന്യമുണ്ട്. ഇന്ന് കോൺഗ്രസിന് വോട്ട് നൽകിയാൽ അല്ലെങ്കിൽ ജനങ്ങളുടെ വോട്ട് വാങ്ങി കോൺഗ്രസ് വിജയിച്ചാൽ നാളെ അവർ ആ പാർട്ടിയിൽ ഉണ്ടാകുക എന്ന് പോലും പറയാൻ പറ്റുന്ന സാഹചര്യമാണെന്ന് മുഖ്യമന്ത്രി ഓരോ സംസ്ഥാനത്തെയും ഉദാഹരണങ്ങൾ എടുത്തു പറഞ്ഞു. ഗോവയിലെയും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെയും ഉൾപ്പെടെ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രി ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ BJPക്കെതിരെയും അതിശക്തമായ വിമർശനങ്ങൾ മുഖ്യമന്ത്രി ഉയർത്തി. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ജനദ്രോഹ നയങ്ങൾ പുതുതായി കോൺഗ്രസിനേക്കാൾ ഭീകരമായി നടപ്പിലാക്കുന്ന തൊഴിലാളി ജനവിരുദ്ധ നയങ്ങളെ പറ്റി മുഖ്യമന്ത്രി തുറന്നു കാട്ടി. അതുപോലെ തന്നെ അമിത്ഷായുടെ
പ്രസ്താവന, വയനാടിനെ പാകിസ്ഥാനോട് ഒപ്പിച്ചുകൊണ്ട് BJP അധ്യക്ഷൻ അമിത്ഷാ നടത്തിയ പ്രസ്താവനക്കെതിരെയും മുഖ്യമന്ത്രി രൂക്ഷമായ പ്രതികരണമാണ് നടത്തിയത്. സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൽ വയനാട് വഹിച്ച പങ്കിനെ കുറിച്ച് അറിയുന്ന ഒരാളും ഇത്തരം ഒരു പരാമർശം നടത്തില്ല. പക്ഷേ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അതിൽ പങ്കെടുത്ത ആൾക്കാർക്ക് മാത്രമല്ലേ ഈ ചരിത്രം അറിയാവുകയുള്ളൂ എന്നും മുഖ്യമന്ത്രി അമിത്ഷായെ പരിഹസിച്ചു. വയനാടിൽ അധിനിവേശത്തിനെതിരെ, സാമ്രാജ്യത്വത്തിനെതിരെ വലിയ പോരാട്ടം നടത്തിയ പഴശ്ശിരാജയുടെ മണ്ണാണ് വയനാട്. അദ്ദേഹത്തിന് അന്ന് വലിയ പിന്തുണ നൽകിയത് വയനാട്ടിലെ കുറിച്യരാണ് എന്നുള്ള ചരിത്രമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നാടിനെ അപമാനിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. അമിത്ഷാ വയനാടിനെ അപമാനിച്ചിരിക്കുകയാണ്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രിമാർ പങ്കെടുത്തുകൊണ്ടുള്ള റോഡ് ഷോ ഇപ്പോൾ കൽപ്പറ്റ നഗരത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, PV കുട്ടനാണ് വിശദാംശങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയം മുൻപ് വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. അതിന്റെ സമഗ്രമായ വിവരങ്ങളാണ് ഇപ്പോൾ കേട്ടത്. വയനാട്ടിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് റാലിയുടെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ വാശിയേറിയ പോരാട്ടമാണ് വയനാട്ടിലും നടക്കുന്നത്. കേരളം പാകിസ്ഥാനാണെന്ന വിഷം തുപ്പുന്ന വർഗീയ പരാമർശത്തിന് മുന്നിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം വിറങ്ങലിച്ചു നിൽക്കുകയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി. വർഗീയതയെ നേരിടാൻ UDFന് സാധിക്കില്ല എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. മുസ്ലിം ലീഗ് പാകിസ്ഥാൻ പതാക ഉപയോഗിക്കുന്നുവെന്ന് പ്രചരിപ്പിച്ചിട്ടും അതല്ലെന്ന് പറയാൻ മുസ്ലിം ലീഗ് നേതാക്കൾ തയ്യാറായില്ല. RSSന് വർഗീയമായി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിച്ച കോൺഗ്രസ് ആണ് ഇതിന് ഉത്തരവാദിയെന്നും അദ്ദേഹം പാലക്കാട് പ്രതികരിച്ചു. RSSകാർ നടത്തുന്ന പ്രചാരവേലയെ മോദിയും അമിത്ഷായും യോഗി ആദിത്യനാഥ് നടത്തുന്ന പ്രചാരവേലയ്ക്ക് മുമ്പിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം. ഇത് വിഷം തുപ്പുന്ന ഒരു വർഗീയ പ്രചാരവേലയാണ്. ഇതിൻ്റെ മുമ്പിൽ മുസ്ലിം ലീഗ് മൗനം പാലിക്കുന്നു. മുസ്ലിം ലീഗിൻ്റെ കൊടി പാകിസ്ഥാൻ കൊടിയാണെന്ന് പ്രചരിപ്പിച്ചിട്ട് മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവും ഞങ്ങൾ ഉപയോഗിക്കുന്നത് പാകിസ്ഥാൻ കൊടിയല്ല എന്ന് പറയാൻ എന്തുകൊണ്ടാണ് ഒരു മുസ്ലിം ലീഗിൻ്റെ നേതാവ് തയ്യാറാകാതിരുന്നത്? അപ്പോൾ ഇത് കാണിക്കുന്നത് RSSകാരെ അവരുടെ പ്രചാരവേല നേരിടാൻ UDFന് സാധിക്കില്ല. മുസ്ലിം ലീഗിൻ്റെയും SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പിന്തുണയോടുകൂടി രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുമ്പോൾ അത് RSS ഉപയോഗിക്കും. RSSന് ഉപയോഗിക്കാൻ ഒരു അവസരം കോൺഗ്രസ് ചെയ്തു കൊടുക്കാൻ പാടുണ്ടായിരുന്നോ? അത് കോൺഗ്രസ് നേതൃത്വമാണ് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത്. RSSന് ഇത്തരമൊരു വർഗീയ പ്രചരണം നടത്താൻ സഹായകമായ നിലയിൽ ഒരു മത്സരത്തിന് വേണ്ടി എന്തുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം കളമൊരുക്കി? ഇതിന് ഉത്തരവാദി കോൺഗ്രസ് നേതൃത്വമാണ്. അവരാണ് അതിന് ഉത്തരം പറയേണ്ടത്. കേരളത്തിലെ ഏറ്റവും വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്ന വയനാട്ടിൽ ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് റാലി നടക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഈ ദൃശ്യങ്ങളിലേക്ക് എത്താം. മറ്റൊരു വാർത്തയിലേക്ക്. തലസ്ഥാനത്ത് കോൺഗ്രസ് നേതാക്കൾ BJPക്ക് വോട്ട് മറിക്കുന്നുവെന്ന ആക്ഷേപം സ്ഥിരീകരിച്ച ശശി തരൂരും. സംഭവത്തിൽ ശശി തരൂർ കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകി. ഒരു വിഭാഗം നേതാക്കൾ പ്രവർത്തന രംഗത്ത് നിന്ന് വിട്ടുനിൽക്കുന്നുവെന്നും പ്രചരണം ഏകോപനമില്ലാതെ മെല്ലെ പോകുന്നുവെന്നും ശശി തരൂർ പരാതിയിൽ പറയുന്നു. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് നേതാക്കൾ പണം വാങ്ങി BJPക്ക് വോട്ട് മറിക്കുന്നുവെന്ന ഇടതുപക്ഷത്തിന്റെ ആരോപണം നിലനിൽക്കെയാണ് ശശി തരൂർ AICCക്ക് പരാതി നൽകിയത്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് വ്യാപകമായി BJPക്ക് വോട്ടുമറിക്കുന്നുവെന്ന ഇടതുപക്ഷത്തിന്റെ ആരോപണം ശരിവെക്കുന്ന തരത്തിലുള്ള പരാതിയാണ് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ശശി തരൂർ AICCക്ക് നൽകിയിരിക്കുന്നത്. മണ്ഡലത്തിലെ പ്രചരണ പരിപാടികളിൽ നേതാക്കൾ സഹകരിക്കുന്നില്ലെന്നും പ്രചരണം ഏകോപനമില്ലാതെ മെല്ലെ പോകുന്നുവെന്നുമാണ് ശശി തരൂർ AICCക്ക് നൽകിയിരിക്കുന്ന പരാതിയിൽ വ്യക്തമാക്കുന്നത്. പ്രചരണത്തിന്റെ മെല്ലെപ്പോക്കിന് കാരണം മുൻ DCC പ്രസിഡന്റും മന്ത്രിയുമായിരുന്ന VS ശിവകുമാർ MLA ആണെന്ന വാദമാണ് ഒരു കൂട്ടർ ഉയർത്തുന്നത്. എന്നാൽ ഇത് നിഷേധിച്ച ശിവകുമാർ വ്യാജപ്രചരണത്തിനെതിരെ DGPക്ക് പരാതി നൽകിയിട്ടുമുണ്ട്. നേമം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം നിയമസഭാ മണ്ഡലങ്ങളിൽ നിലവിൽ കോൺഗ്രസ് പ്രചരണത്തിൽ വളരെ പിന്നിലാണ്.
മണ്ഡലത്തിൽ സ്ക്വാഡ് പ്രവർത്തനം പോലും ഇതുവരെ നടന്നിട്ടില്ല. ഏതുവിധേനയും കേരളത്തിൽ അക്കൗണ്ട് തുറക്കുക എന്നത് BJP ദേശീയ നേതൃത്വത്തിന്റെ പ്രധാന ലക്ഷ്യമാണ്. ഇതിനായി കോടിക്കണക്കിന് രൂപയാണ് തെരഞ്ഞെടുപ്പിനായി ഉപയോഗിക്കാൻ രഹസ്യമായി നൽകിയിട്ടുണ്ടെന്ന ആക്ഷേപം നിലനിൽക്കെയാണ് കോൺഗ്രസ് വോട്ടുമറിക്കുന്നുവെന്ന ആക്ഷേപം സ്ഥാനാർത്ഥി ശശി തരൂർ തന്നെ ഉയർത്തുന്നത്. ഇതിനിടെ ഒരു DCC സെക്രട്ടറി കോൺഗ്രസ് വിട്ട് BJPയിൽ ചേക്കേറിയതും ഇതിന്റെ ഭാഗമാണ്. എന്തായാലും കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ ശശി തരൂരിനെ കാലുവാരുമെന്ന നിഗമനം KPCCയും നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശശി തരൂർ തോറ്റാൽ കടുത്ത സംഘടനാ നടപടി നേരിടേണ്ടി വരുമെന്ന താക്കീതും ഇതിനോടകം KPCC നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മഹാരാഷ്ട്രയിൽ പൊതുയോഗത്തിൽ BJP പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളി. മഹാരാഷ്ട്ര ജലവിഭവ മന്ത്രി ഗിരീഷ് മഹാജൻ പങ്കെടുത്ത പരിപാടിയിലാണ് പ്രവർത്തകർ ചേരിതിരിഞ്ഞേറ്റുമുട്ടിയത്. ശിവസേനയും BJPയും സംയുക്തമായാണ് NDA സ്ഥാനാർത്ഥിയായ ഉന്മേഷ് പട്ടീലിനായി പ്രചരണം സംഘടിപ്പിച്ചത്. ശിവസേനയും BJPയും സംയുക്തമായി മുംബൈയിൽ നിന്ന് 400 കിലോമീറ്റർ അകലെ ജൽ ഗോവണിലാണ് സ്ഥാനാർത്ഥി ഉന്മേഷ് പാട്ടീലിനായി പ്രചരണം സംഘടിപ്പിച്ചത്. പ്രവർത്തകരായ BS പാട്ടീലും BJP ജില്ലാ പ്രസിഡന്റുമായ ഉദയ് വാഗും തമ്മിലുള്ള വാക്പോരാണ് ഏറ്റുമുട്ടലിൽ കലാശിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ ജലവിഭവ മന്ത്രി ഗിരീഷ് മഹാജനായിരുന്നു മുഖ്യ അതിഥി. ഗിരീഷ് മഹാജൻ തന്നെയാണ് പ്രവർത്തകർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ തടയാൻ ശ്രമിച്ചത്. നേരത്തെ സ്മിത വാഗിനി ആയിരുന്നു സ്ഥാനാർത്ഥിയായി BJP നിശ്ചയിച്ചിരുന്നത്. പിന്നീട് ഉന്മേഷ് യാദവിന്റെ പേര് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയായിരുന്നു. ഇതേ തുടർന്നുണ്ടായ വാഗ്വാദങ്ങളാണ് പിന്നീട് പോരിൽ കലാശിച്ചത്. ഒരു മാസത്തിനിടെ BJP പൊതുപരിപാടികളിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ ഏറ്റുമുട്ടലാണിത്. UPയിലെ ഷാന്ത് കബീർ നഗറിലെ വികസന പ്രവർത്തനങ്ങൾ വിവരിക്കുന്ന പൊതുയോഗത്തിൽ MP ഷഹറാദ് ത്രിപതിയും MLA രാകേഷ് സിംഗ് ബാരലും തമ്മിൽ ഏറ്റുമുട്ടിയത് വലിയ വാർത്തയായിരുന്നു. ന്യൂസ് ഡെസ്ക്. ഗാന്ധി കുടുംബത്തിന് അമേത്തി എന്ന സുരക്ഷിത മണ്ഡലം ചൂണ്ടിക്കാട്ടിക്കൊടുത്ത ഹാജി സുൽത്താൻ ഖാന്റെ മകൻ ഹാരൂൺ റഷീദും ഇത്തവണ അമേത്തിയിൽ ജനവിധി തേടുന്നുണ്ട്. കോൺഗ്രസിന്റെ ന്യൂനപക്ഷ വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് മത്സരിക്കാനുള്ള ഹാരൂൺ റഷീദിന്റെ തീരുമാനം. ന്യൂനപക്ഷങ്ങൾ കൈവിടുമെന്ന ഭയമാണ് വയനാട്ടിലേക്ക് പോകാൻ രാഹുലിനെ നിർബന്ധിതനാക്കിയത്. രാഹുലിന് വയനാട്ടിൽ മത്സരിക്കാൻ മുസ്ലിമായ T സിദ്ദിഖിനെ ബലിയാടാക്കിയത് കോൺഗ്രസിന്റെ ന്യൂനപക്ഷ വിരുദ്ധതയുടെ മറ്റൊരു ഉദാഹരണമാണെന്നും ഹാരൂൺ റഷീദ് പറയുന്നു. ഗാന്ധി കുടുംബത്തെ ഉത്തർപ്രദേശിലെ ഏറ്റവും സുരക്ഷിത മണ്ഡലമായ അമേഠിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടുവന്ന ഹാജി സുൽത്താൻ ഖാന്റെ വസതിയാണിത്. 1991 രാജീവ് ഗാന്ധി, 1999 സോണിയ, ഇരുവരുടെയും നാമനിർദ്ദേശ പത്രികയിൽ ഹാജി സുൽത്താൻ ഖാനായിരുന്നു ഒപ്പിട്ടത്. എന്നാൽ ഗാന്ധി കുടുംബവുമായുള്ള ഈ ആത്മബന്ധം ഹാജി സുൽത്താൻ ഖാന്റെ കുടുംബം ഉപേക്ഷിച്ചിട്ട് നാളുകളായി. കോൺഗ്രസിന്റെ ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് അമേഠിയിൽ ഹാജി സുൽത്താൻ ഖാന്റെ മകൻ ഹാറൂൺ റഷീദ് ഇക്കുറി ജനവിധി തേടുന്നത്. ന്യൂനപക്ഷങ്ങളെ BJP മുന്നിൽ നിന്നും കോൺഗ്രസ് പിന്നിൽ നിന്നും കുത്തുകയാണെന്ന് ഹാറൂൺ റഷീദ് കുറ്റപ്പെടുത്തുന്നു. क्योंकि कांग्रेस में अब माइनॉरिटी के प्रति वो भावना नहीं रही जो मौलाना आजाद के पीरियड में थी. कांग्रेस मुस्लिम मुक्त पार्टी बनाना चाहती है. जिस तरह BJP का नारा है कांग्रेस मुक्त, तो कांग्रेस का नारा है मुस्लिम मुक्त. രാഹുലിന് വയനാട്ടിൽ മത്സരിക്കാൻ T സിദ്ദിഖിനെ ബലിയാടാക്കിയതും ന്യൂനപക്ഷ വിരുദ്ധത തന്നെയാണെന്നാണ് ഹാറൂൺ റഷീദിന്റെ അഭിപ്രായം. अमेठी के डर से वायनाड भी पहुंचे तो वहां भी इन्होंने मुस्लिम की ही कुर्बानी मान ली. उसको T सिद्दीक को बल का बकरा बना दिया. इनको मुस्लिम ही मिला था बकरा बनाने को. അമേഠിയിലെ ന്യൂനപക്ഷങ്ങൾ പിന്തുണയ്ക്കില്ലെന്ന് രാഹുൽ മനസ്സിലാക്കിയെന്നും അതുകൊണ്ടാണ് വയനാട്ടിൽ മത്സരിക്കുന്നതെന്നും ഹാറൂൺ റഷീദ് പറയുന്നു. 6 ലക്ഷത്തോളം വരുന്ന മണ്ഡലത്തിലെ മുസ്ലിം വോട്ടുകൾ തനിക്ക് ലഭിക്കുമെന്നും ഉറച്ച വിജയപ്രതീക്ഷയാണ് ഉള്ളതെന്നും ഹാറൂൺ റഷീദ് പറയുന്നു. അമേഠിയിൽ ന്യൂനപക്ഷങ്ങൾ കൈവിടുമെന്ന ഭയം രാഹുലിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. അതിനു പിന്നിൽ ഹാറൂൺ റഷീദിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് നിർണായക സ്വാധീനവുമുണ്ട്. വയനാട്ടിലെ ന്യൂനപക്ഷങ്ങൾ എന്തുതന്നെയായാലും രാഹുലിനെ പരാജയപ്പെടുത്തണമെന്നാണ് ഹാറൂൺ റഷീദിന്റെ ആഹ്വാനം. ഹാറൂൺ റഷീദിന്റെ വസതിയിൽ നിന്നും ക്യാമറാമാൻ അതുൽ CS-നൊപ്പം ശരത് കെ ശശി. പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചപ്പോഴും വയനാട്ടിൽ രാഹുലിന്റെ 2 അപരന്മാരടക്കം 20 പേർ മത്സരരംഗത്ത്. തമിഴ്നാട്ടിൽ നിന്നെത്തിയ രാഹുൽ ഗാന്ധിക്ക് ഇത് തെരഞ്ഞെടുപ്പിലെ 3ാം അംഗമാണ്. അഖിലേന്ത്യാ മക്കൾ കഴകത്തിന്റെ സ്ഥാനാർത്ഥിയായാണ് രാഹുൽ വയനാട്ടിൽ എത്തിയത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ 2 ഗാന്ധിമാർ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നുണ്ട്. ഒരാൾ രാഹുൽ ഗാന്ധി KE, മറ്റൊരാൾ ഇതാണ് രാഹുൽ ഗാന്ധി.
അഖിലേന്ത്യാ മക്കൾ കഴകത്തിന്റെ ബാനറിൽ ബക്കറ്റ് ചിഹ്നത്തിലാണ് ഈ തമിഴ്നാട് സ്വദേശി മത്സരിക്കുന്നത്. കോയമ്പത്തൂരിൽ നേരത്തെ നൽകിയ പത്രിക തള്ളിപ്പോയി. അപ്പോഴാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് അറിയുന്നത്. അന്നു തന്നെ ചുരം കയറി. അമേത്തിയിൽ മത്സരിക്കാനും പ്ലാൻ ഉണ്ടായിരുന്നു. മത്സരത്തിൽ മുൻ പരിചയവും രാഹുൽ ഗാന്ധിക്കുണ്ട്. 2014 മേയർ കാൻഡിഡേറ്റ്, 2016 எம்எல்ஏக்கு நின்னாச்சு ஸ்டேட் லெஜிஸ்லேட்டிவ் அசம்பிளி சிங்கநல்லூர் கான்ஸ்டிடியூஷனுக்கு. அப்புறம் கோயம்புத்தூர்ல நாமினேஷன் பண்ணி ரிஜெக்ட் ஆனது. இப்போ വയനാട്ടിലെ എംപി കാൻഡിഡേറ്റാ നിൽக்கிறேன். തമിഴ് പ്രാദേശിക മാധ്യമ പ്രവർത്തകനാണ് ഈ യുവാവ്. രാഹുലിനെതിരെ മത്സരിക്കുന്നതിന്റെ ആവേശത്തിലാണ് വോട്ടർമാരെ കാണുന്നത്. ജയ് ഹിന്ദ് ഫ്രീഡം പാർട്ടി എന്ന സ്വന്തം സംഘടനയും ഹിന്ദുസ്ഥാൻ ജനതാ പാർട്ടിയുടെയും എല്ലാം പിന്തുണയുണ്ടെന്നാണ് ഈ രാഹുൽ ഗാന്ധി അവകാശപ്പെടുന്നത്. ആരും സ്വാധീനിച്ചിട്ടില്ലെന്ന് രാഹുൽ ഗാന്ധിക്ക് അപരനായി എത്തിയ സ്ഥാനാർത്ഥി വ്യക്തമാക്കുന്നു. ന്യൂസ് ബ്യൂറോ, വയനാട്. ആക്ഷേപ ഹാസ്യ സിനിമയ്ക്ക് പരോക്ഷ വിലക്ക് ഏർപ്പെടുത്തിയതിന് മമതാ ബാനർജി സർക്കാരിന് സുപ്രീം കോടതി 20 ലക്ഷം രൂപ പിഴ ശിക്ഷ വിധിച്ചു. തൃണമൂലിനെ വിമർശിക്കുന്ന ആക്ഷേപഹാസ്യ സിനിമ ബോബി ഷഹതോദർ ഭൂതിനെതിരായ നടപടികൾക്കാണ് പിഴ ചുമത്തിയത്. തിയേറ്റർ ഉടമകൾ സിനിമാ സംപ്രേഷണം നടത്താത്തതിന് സർക്കാർ നഷ്ടപരിഹാരം നൽകണം എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. കലാകാരന്മാരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തോട് അസഹിഷ്ണുത വർദ്ധിക്കുന്നതിലും കോടതി ആശങ്കയറിയിച്ചു. ആൾക്കൂട്ടത്തെ ഭയന്ന് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് തടയിടരുത് എന്ന് കോടതി നിരീക്ഷിച്ചു. എക്സിറ്റ് പോളുകൾക്ക് ഏപ്രിൽ 11 മുതൽ വിലക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അച്ചടി, ഇലക്ട്രോണിക് മാധ്യമങ്ങൾ മുഖേനയോ മറ്റേതെങ്കിലും വിധത്തിലോ ഉള്ള എക്സിറ്റ് പോളുകൾ ഏപ്രിൽ 11 രാവിലെ 7 മുതൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കി. മെയ് 19 വൈകിട്ട് 6:30 വരെ വിലക്ക് നിലവിലുണ്ടാകും. ജനപ്രാതിനിധ്യ നിയമം 1951 സെക്ഷൻ 126(1) എ പ്രകാരമാണ് നടപടി. വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് 48 മണിക്കൂർ മുൻപുള്ള സമയം മുതൽ അഭിപ്രായ വോട്ടെടുപ്പുകൾ നടത്താനോ പ്രസിദ്ധീകരിക്കാനോ പാടില്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. മറ്റു വാർത്തകൾ കൂടി നോക്കാം. സംസ്ഥാനത്ത് സൂര്യാഘാത സൂര്യാതപ മുന്നറിയിപ്പ് നാളെ വരെ തുടരും. 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാൻ സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പുണ്ട്. അതേസമയം ജനങ്ങൾക്ക് കുടിവെള്ളം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകരുതെന്ന് സർക്കാർ നിർദ്ദേശം നൽകി. വേനൽ മഴയിൽ കുറവുണ്ടായ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ചൂട് വരും ദിവസങ്ങളിലും ഇതേ രീതിയിൽ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. നാളെ വരെ സൂര്യാഘാത സൂര്യാതപ മുന്നറിയിപ്പ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നീട്ടിയിട്ടുണ്ട്. തിരുവനന്തപുരം, കോട്ടയം, ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഉയർന്ന താപനില ശരാശരിയിൽ നിന്നും 2 മുതൽ 3 ഡിഗ്രി വരെ ഉയരുവാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഈ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് കുടിവെള്ളം ലഭിക്കാത്ത അവസ്ഥയുണ്ടാകരുതെന്ന് ചീഫ് സെക്രട്ടറി ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. വാട്ടർ അതോറിറ്റി, ജലസേചന വകുപ്പുകളുടെ എഞ്ചിനീയർമാരെ ഉൾപ്പെടുത്തി ജില്ലകളിൽ പ്രത്യേക ടീം രൂപീകരിക്കാനും തീരുമാനമായിട്ടുണ്ട്. നിലവിൽ സംസ്ഥാനത്ത് 306 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ടാങ്കറുകളിൽ കുടിവെള്ളം കിയോസ്കുകളിൽ എത്തിച്ച് വിതരണം നടത്തിവരികയാണ്. ഇത് കൃത്യമായ രീതിയിൽ മേൽനോട്ടം നടത്തണമെന്നും ജില്ലാ ഭരണാധികാരികൾക്ക് നിർദ്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. LDF-നെതിരെ പ്രചരണം നടത്താൻ ഒന്നുമില്ലാത്തതുകൊണ്ടാണ് BJPയും കോൺഗ്രസും ശബരിമലയെ ആയുധമാക്കുന്നതെന്ന് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് പറഞ്ഞു. കൊച്ചി പള്ളുരുത്തിയിൽ P. രാജീവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിലാണ് BJPക്കും കോൺഗ്രസിനുമെതിരെ ബൃന്ദ കാരാട്ട് ആഞ്ഞടിച്ചത്. ജില്ലയിൽ 2 ഇടങ്ങളിലായി നടന്ന പൊതുയോഗത്തിൽ നിരവധി പേർ പങ്കെടുത്തു. രാജ്യം ഭരിക്കുന്ന BJP ഭരണഘടനയെ തകർക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ബൃന്ദ കാരാട്ട് ആരംഭിച്ചത്. ഭരണഘടനയെ തകർത്ത് മനുസ്മൃതി കൊണ്ടുവരാനാണ് ആദ്യകാലം മുതൽ സംഘപരിവാർ ശ്രമിക്കുന്നത്. മോദിയെയും അമിത്ഷായെയും എതിർക്കുന്നവരെ ഗോവധവും ലവ് ജിഹാദും ആരോപിച്ച് കൊലപ്പെടുത്തുകയാണ് സംഘപരിവാർ എന്നും ബൃന്ദ കാരാട്ട് ചൂണ്ടിക്കാട്ടി. സ്ത്രീകളും ന്യൂനപക്ഷങ്ങളും ഈ വേട്ടയാടലിന് ഇരയായിട്ടുണ്ടെന്നും ബൃന്ദ കാരാട്ട് ഓർമ്മിപ്പിച്ചു. ഇടതുപക്ഷ സർക്കാരിനെതിരെ ഉന്നയിക്കാൻ ആരോപണങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് കോൺഗ്രസും BJPയും ശബരിമലയെ ആയുധമാക്കുന്നതെന്നും എന്നാൽ വലിയ വിജയം ഇടതുപക്ഷത്തെ കാത്തിരിക്കുന്നുണ്ടെന്നും ബൃന്ദ കാരാട്ട് പറഞ്ഞു. Which certain parties who are facing defeat in Kerala, the BJP on the one hand and all the UDF parties on the other, are trying to divert attention from the wonderful work which has been done by the LDF government. They are scared. They cannot attack the government, they cannot attack the LDF in any way. So they are raising issues which are of no concern to the people. രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് തങ്ങളുടെ കർത്തവ്യത്തിൽ വീഴ്ച വരുത്തിയതിനെയും ബൃന്ദ കാരാട്ട് പരിഹസിച്ചു.
നിപ്പ പോലെ തവളച്ചാട്ടം എന്ന പുതിയൊരു വൈറസ് കോൺഗ്രസിനെ ബാധിച്ചിട്ടുണ്ടെന്ന് ബൃന്ദ പറഞ്ഞു. ഇതുകൊണ്ടാണ് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കോൺഗ്രസ് പ്രവർത്തകർ BJPയിലേക്ക് ചാടിപ്പോകുന്നതെന്നും അവർ ചൂണ്ടിക്കാട്ടി. എറണാകുളം ജില്ലയിലെ പള്ളുരുത്തിയിലും ചെറായിലും സംഘടിപ്പിച്ച പൊതുയോഗങ്ങളിൽ നിരവധി പേർ പങ്കെടുത്തു. മികച്ച രാജ്യസഭാംഗമായ P. രാജീവിനെ ലോക്സഭയിലേക്ക് എത്തിക്കുന്നതിലൂടെ വികസനത്തിൽ കേരളം രാജ്യത്തിന് മാതൃകയാകുമെന്ന ബൃന്ദയുടെ പരാമർശത്തെ നിറഞ്ഞ കയ്യടികളോടെയാണ് സദസ്സിലുണ്ടായിരുന്നവർ സ്വീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കേരളത്തിൽ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന വയനാട്ടിൽ ഇപ്പോൾ LDFന്റെ തെരഞ്ഞെടുപ്പ് റാലി പുരോഗമിക്കുന്നു. അനൂപ് KR ചേരുന്നു. അനൂപ്, അക്ഷരാർത്ഥത്തിൽ ആവേശ കൊടുമുടിയിലാണോ ഇടതുപക്ഷ പ്രവർത്തകരടക്കം? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? LDF സ്ഥാനാർത്ഥി TP സുരേന്ദ്രന്റെ 4ാം ഘട്ട പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് ഇന്ന് LDFന്റെ മഹാറാലിയും പൊതുയോഗവും കൽപ്പറ്റയിൽ നടക്കുകയാണ്. റാലി ഉദ്ഘാടനം ചെയ്തത് അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇതിനുശേഷമാണ് ഇപ്പോൾ LDF പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ പ്രവർത്തകരുടെ നേതൃത്വത്തിലുള്ള മഹാറാലി കൽപ്പറ്റയിൽ നടത്തുന്നത്. ഏതാണ്ട് 5 കിലോമീറ്ററോളം ദൂരത്തിൽ റാലിയായി റോഡ് ഷോയാണ് ഈ റാലി പോകുന്നത്. റാലിക്ക് നേതൃത്വം കൊടുക്കുന്നത് മന്ത്രിമാരായ VS സുനിൽകുമാർ, അതുപോലെ തന്നെ KK ശൈലജ ടീച്ചർ, ജില്ലയിലെ LDF നേതാക്കൾ, മന്ത്രി MM മണി തുടങ്ങിയവരാണ്. ഇവർ തുറന്ന വാഹനത്തിൽ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കൽപ്പറ്റ നഗരത്തിൽ ഏതാണ്ട് കൽപ്പറ്റ നഗരം ആരംഭിക്കുന്നത് മുതൽ സിവിൽ സ്റ്റേഷൻ വരെയുള്ള ഏതാണ്ട് 4 കിലോമീറ്റർ ദൂരം ഇപ്പോൾ തുറന്ന വാഹനത്തിൽ സഞ്ചരിക്കുകയാണ്. ഏതാണ്ട് 500-ൽ പരം ബൂത്തുകളിൽ നിന്നുള്ള പ്രവർത്തകരാണ് കൽപ്പറ്റ നഗരത്തിൽ മഹാറാലിക്കായി എത്തിയത്. ഈ റാലി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ആയിരക്കണക്കിന് പ്രവർത്തകരാണ് റാലിയിൽ ഇപ്പോൾ പങ്കെടുക്കുന്നത്. റാലി ഈ മുഖ്യമന്ത്രി പങ്കെടുത്ത പൊതുയോഗത്തിന് ശേഷമാണ് റാലി നടന്നത്. ഇപ്പോഴും റാലി തുടരുകയാണ്. അല്പസമയത്തിന് ശേഷം കൽപ്പറ്റ SKMJ സ്കൂൾ ഗ്രൗണ്ടിന്റെ പരിസരത്ത് വെച്ച് റാലി സമാപിക്കും. റാലിയുടെ സമാപനത്തിൽ പ്രമുഖരായ ഇടതുപക്ഷ നേതാക്കൾ ആരെങ്കിലും പങ്കെടുക്കുന്നുണ്ടോ? അനൂപ്, അത്തരം വിശദാംശങ്ങൾ ലഭിക്കുന്നുണ്ടോ? കൽപ്പറ്റയിൽ LDF സ്ഥാനാർത്ഥി VP സുരേന്ദ്രനെ വിജയിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ആദ്യം പൊതുയോഗമാണ് നടന്നത്. ഈ പൊതുയോഗത്തിന് ശേഷമാണ് ഇപ്പോൾ റാലി നടക്കുന്നത്. ഇതൊരു റോഡ് ഷോയാണ്. റോഡ് ഷോ ഏതാണ്ട് കൽപ്പറ്റ നഗരത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതിനുശേഷം കൽപ്പറ്റയിൽ സമാപിക്കും. ഈ റോഡ് ഷോ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനു മുൻപ് LDF നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുത്ത പൊതുയോഗം നടന്നു. ഇതിൽ MM മണിയും KK ശൈലജ ടീച്ചറും VS സുനിൽകുമാർ തുടങ്ങിയ കടന്നപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയ മന്ത്രിമാരും പങ്കെടുത്തു. ഈ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഈ പൊതുയോഗത്തിന് ശേഷമാണ് ഇപ്പോൾ റാലി സംഘടിപ്പിച്ചത്. റാലി വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ മുഴുവൻ ഭാഗങ്ങളിൽ എത്തിയ പ്രധാനമായും കൽപ്പറ്റ, ബത്തേരി, മാനന്തവാടി, തിരുവമ്പാടി തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള പ്രവർത്തകരാണ് പങ്കെടുക്കുന്നത്. ഇവിടെ നിന്നെല്ലാം എത്തിയ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ഇപ്പോൾ കൽപ്പറ്റ നഗരത്തെ അക്ഷരാർത്ഥത്തിൽ ചൂപ്പടിച്ചുകൊണ്ടുള്ള വലിയ പ്രകടനമായി നീങ്ങുന്നത്. ഈ റോഡ് ഷോ അല്പസമയത്തിനകം സമാപിക്കും. ഏതാണ്ട് 5 കിലോമീറ്റർ ദൂരത്തിലാണ് ഇപ്പോൾ റാലി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. റാലിക്ക് നേതൃത്വം നൽകുന്നത് തുറന്ന വാഹനത്തിൽ റാലിക്ക് മുൻപിലൂടെ സഞ്ചരിക്കുന്ന MM മണി ഉൾപ്പെടെയുള്ള മന്ത്രിമാരും അതുപോലെ തന്നെ ജില്ലയിലെ LDF നേതാക്കളുമാണ്. അനൂപ്, നമുക്കറിയാം ദേശീയ ശ്രദ്ധ കൂടിയുള്ള മണ്ഡലമാണ് ഇത്തവണ വയനാട്. കഴിഞ്ഞ ദിവസം രാഹുലും പ്രിയങ്കയും ഇവിടെ എത്തുമ്പോൾ വലിയൊരു റോഡ് ഷോ നടന്നിരുന്നു. അതിന് ബദലായി ഇടതുപക്ഷ മുന്നണി ഒരുക്കിയ റോഡ് ഷോ കൂടിയായി ഇതിനെ വിലയിരുത്താൻ കഴിയുമോ? അത്രയ്ക്ക് ആവേശത്തിലാണോ ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തകർ? ആർക്കും ഒരു ഈസി വാക്ക് ഓവർ വയനാട്ടിൽ സാധ്യമല്ല എന്ന് തെളിയിക്കുന്ന മത്സരം, അതിന് അരങ്ങൊരുങ്ങുന്നതിന്റെ പ്രതിഫലനമാണോ ഈ റാലി? റാലിയും പൊതുയോഗവും നേരത്തെ തീരുമാനിച്ചതാണെങ്കിലും ഇപ്പോൾ ഇതിനൊരു പശ്ചാത്തലം കൂടിയുണ്ട്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാനെത്തി. അതിനുശേഷം ഒരു റോഡ് ഷോ വയനാട് കൽപ്പറ്റയിൽ സംഘടിപ്പിച്ചിരുന്നു. ഏതാണ്ട് ജില്ലയിലെ, അതായത് വയനാട് ജില്ലയ്ക്ക് പുറമെ നിന്നുള്ള അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരെയുള്ള പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു റാലിയും റോഡ് ഷോയുമാണ് അന്ന് രാഹുൽ ഗാന്ധി സംഘടിപ്പിച്ചത്. ഏതായാലും ഇത്തരമൊരു പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ശക്തി പ്രകടനം തന്നെയാണ് LDF ഉദ്ദേശിച്ചത്. ഈ ശക്തി പ്രകടനം വലിയ വിജയകരമാക്കി തീർക്കാൻ LDF നേതാക്കൾ സാധിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട റോഡ് ഷോയ്ക്ക്
വൃക്ഷയ്ക്ക് അല്ലെങ്കിൽ അതിനോട് കിടപിടിക്കുന്ന വിധത്തിൽ തന്നെ ഈ റോഡ് ഷോ സംഘടിപ്പിക്കാനാണ് LDF തീരുമാനിച്ചത്. ഏതാണ്ട് അത് പൂർണ്ണമായും വിജയകരമാവുകയും ചെയ്തു. ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ഇപ്പോൾ ഈ റോഡ് ഷോയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവർ പങ്കെടുക്കുന്നത് ഏതാണ്ട് വയനാട്ടിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിലും അതുപോലെ തന്നെ തിരുവമ്പാടി നിയമസഭാ മണ്ഡലത്തിൽ നിന്നെത്തിയ പ്രവർത്തകരാണ്. ഓരോ ബൂത്തുകളിൽ നിന്നും 50 വരെ പങ്കെടുപ്പിച്ചാണ് ഈ റാലി കൽപ്പറ്റയിൽ LDF സംഘടിപ്പിച്ചത്. പരിപാടി നേരത്തെ നിശ്ചയിച്ചതാണെങ്കിലും രാഹുൽ ഗാന്ധി വന്ന സാഹചര്യത്തിൽ അതിന്റെ ജില്ലയിലെ മണ്ഡലത്തിലെ LDFന്റെ കരുത്ത് വിളിച്ചറിയിക്കുന്ന പ്രകടനമാക്കി ഇതിനെ മാറ്റണം എന്നുള്ള ലക്ഷ്യം കൂടി LDFനുണ്ടായിരുന്നു. ഏതായാലും ആ ലക്ഷ്യം വിജയകരമായി തന്നെ പൂർത്തിയാവുന്നു. ആയിരക്കണക്കിന് പേർ പങ്കെടുക്കുന്ന റോഡ് ഷോ ഇപ്പോൾ ഏതാണ്ട് കൽപ്പറ്റ സിവിൽ സ്റ്റേഷനിൽ വരെ എത്തി. അല്പസമയത്തിനകം റോഡ് ഷോ സമാപിക്കും. ഇതിനു മുൻപ് നടന്ന പൊതുയോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത പൊതുയോഗത്തിലും 100 കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. ഈ യോഗത്തിന് ശേഷമാണ് ഇപ്പോൾ റോഡ് ഷോ കൽപ്പറ്റ നഗരത്തിൽ പുരോഗമിക്കുന്നത്. അനൂപ്, അത് തന്നെയാണ് ഈ റാലിയുടെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നതും. അനൂപ് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം രാഹുലും പ്രിയങ്കയും എത്തുമ്പോൾ വലിയ അർത്ഥത്തിൽ അണികൾ അവരെ സ്വീകരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞതാണ്. ഈ റാലിയാണെങ്കിൽ നേരത്തെ തീരുമാനിക്കപ്പെട്ടിരുന്നതുമാണ് എന്ന് അനൂപ് വിവരങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ രാഹുലും പ്രിയങ്കയും എത്തിയതിന് ഒരു ബദലായി കൂടി, പകരമായി കൂടി ഇടതുപക്ഷത്തിന്റെ ശക്തി കാണിക്കുക എന്ന ലക്ഷ്യം, അത് അക്ഷരാർത്ഥത്തിൽ ശരിയായിരിക്കുന്നു അല്ലെങ്കിൽ പകരമായിരിക്കുന്നു എന്ന് തന്നെ പറയാമോ? എല്ലാ മേഖലയിലുമുള്ള ഇടതുപക്ഷ പ്രവർത്തകർ ഈ റാലിയിലേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ടോ? അത്രയും ആവേശത്തിൽ തന്നെയാണോ പ്രവർത്തകരെല്ലാം? രാഹുൽ ഗാന്ധിയുടെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള വരവിനെ തുടർന്ന് വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് പുതിയ ദിശയിലേക്കും മാനത്തിലേക്കും കടന്നിരിക്കുകയാണ്. തങ്ങളുടെ ശക്തി പൂർണ്ണാർത്ഥത്തിൽ പ്രകടിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് LDF ഇത്തരത്തിലൊരു പൊതുയോഗവും റാലിയും ഇന്ന് വയനാട്ടിൽ സംഘടിപ്പിച്ചത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തുന്ന സാഹചര്യത്തിൽ കാർഷിക മേഖലയിലുണ്ടായ പ്രതിസന്ധിയും തകർച്ചയും തളർച്ചയും എല്ലാം ഉയർത്തിക്കൊണ്ടുള്ള പ്രചാരണത്തിനാണ് LDF തുടക്കമിടുന്നത്. കഴിഞ്ഞ UP സർക്കാർ മുതൽ NDA സർക്കാർ വരെ സ്വീകരിച്ച സാമ്പത്തിക നയങ്ങളുടെ എല്ലാം ഭാഗമായി ഈ കർഷക സമൂഹം നേരിടുന്ന ദുരിതാവസ്ഥകളും ഇതിൽ UPAയ്ക്കും രാഹുൽ ഗാന്ധിക്കുമുള്ള പങ്ക് വെളിപ്പെടുത്തുകയും പ്രധാനമായി ഇത്തരം നയങ്ങളുടെ ഇരകളായി മാറിയ വയനാട്ടിലെ ജനതയുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിയുമെല്ലാമാണ് LDF ഈ പ്രചരണത്തെ കാണുന്നത്. ഇത്തരം പ്രശ്നങ്ങളാണ് പ്രധാനമായി ഉയർത്തുന്നത്. പരമാവധി കാർഷിക മേഖലയിൽ നിന്നുള്ള പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഇത്തരം UPA സർക്കാരിന്റെ അല്ലെങ്കിൽ NDA സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങളും അതുമൂലമുണ്ടാകുന്ന കെടുതികളും അതിന്റെ എല്ലാം പശ്ചാത്തലം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇത്തരമൊരു പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് വയനാട്ടിൽ LDF തുടക്കമിടുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു റാലി സംഘടിപ്പിച്ചത്. നേരത്തെ തന്നെ തീരുമാനിച്ചതാണെങ്കിലും ഒരു റോഡ് ഷോയിലേക്കും അതുപോലെ തന്നെ കൂടുതൽ പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു റാലിക്കും മറ്റും റോഡ് ഷോയും സംഘടിപ്പിക്കാനും എല്ലാം ഏതായാലും സമീപ ദിവസങ്ങളിലാണ് LDF തീരുമാനിച്ചത്. പൊതുയോഗം മാത്രമായിരുന്നു നേരത്തെ തീരുമാനിച്ചത്. ഏതായാലും ഇപ്പോൾ വയനാട്ടിൽ ഏതാണ്ട് LDFന്റെ ശക്തി പ്രകടനമായി തന്നെ, മണ്ഡലത്തിലെ ശക്തി പ്രകടനമായി തന്നെ ഈ പൊതുയോഗവും റോഡ് ഷോയും മാറിയിരിക്കുകയാണ്. ആയിരക്കണക്കിന് പ്രവർത്തകരാണ് വിവിധ മേഖലകളിൽ നിന്ന് ഇന്ന് കൽപ്പറ്റ നഗരത്തിലെത്തിയത്. കൽപ്പറ്റ നഗരത്തെ ഏതാണ്ട് പൂർണ്ണമായും ചുവപ്പടിച്ചുകൊണ്ടുള്ള വലിയ പ്രകടനമാണ് നടക്കുന്നത്. മന്ത്രിമാരുടെ സാന്നിധ്യം ഈ പ്രവർത്തകരിൽ ആവേശമായിട്ടുണ്ട്. ഏതായാലും MM മണി ഉൾപ്പെടെ KK ശൈലജ ടീച്ചർ VS സുനിൽകുമാർ ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെ ജില്ലയിലെ LDF നേതാക്കളും ആണ് ഈ റാലിയെ നയിക്കുന്നത്. റാലി ഇപ്പോഴും അനൂപ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാർഷിക മേഖലയിൽ നിന്നുള്ള അല്ലെങ്കിൽ കർഷകരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിൽ LDF എത്രത്തോളം ഈ റാലിയിൽ വിജയിച്ചിട്ടുണ്ട്? അവരുടെ ഒരു വലിയ പ്രാതിനിധ്യം ഈ വലിയ റാലിക്കുള്ളിൽ ഉണ്ട് എന്ന് അനൂപ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ആ നിലയിൽ കൃത്യമായി നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? കാർഷിക മേഖലയെ പ്രതിനിധീകരിച്ച് നിരവധി ആളുകൾ ഈ റാലിയിൽ പങ്കെടുക്കുന്നുണ്ടോ? LDF പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിനെ നേരിടുന്നത് കാർഷിക മേഖലയിലെ പ്രതിസന്ധിയും കേന്ദ്ര സർക്കാരുകളുടെ നവ ഉദാരവൽക്കരണ നയങ്ങൾ മൂലം സൃഷ്ടിച്ച പ്രതിസന്ധിയുമെല്ലാം ഉയർത്തിക്കാട്ടിയാണ്. അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയിൽ പ്രത്യേകിച്ച് പുൽപ്പള്ളി പോലുള്ള വയനാട്ടിലെ കാർഷിക മേഖലയ്ക്ക് വലിയ പ്രാധാന്യമുള്ള മേഖലകളിലെല്ലാം ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രചരണ പ്രവർത്തനങ്ങളാണ് LDF സംഘടിപ്പിക്കുന്നത്. പുൽപ്പള്ളിയിൽ നാളെ കർഷക പാർലമെന്റ് ഉൾപ്പെടെ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ വരുന്ന 16-ന് 1 ലക്ഷത്തോളം പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വലിയ സ്ക്വാഡ് പ്രവർത്തനവും LDF നടത്തുന്നുണ്ട്. ഇതിന്റെ എല്ലാം തുടക്കമിട്ടാണ് PP സുരേന്ദ്രന്റെ 4ാം ഘട്ട പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടാണ് ഇത്തരമൊരു റാലി സംഘടിപ്പിക്കുന്നത്. പ്രധാനമായും LDF ഉയർത്തുന്നത് കാർഷിക മേഖലയിലും അതുപോലെ തന്നെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങളുമെല്ലാം ഉയർത്തിക്കാട്ടിയാണ്. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം തുടക്കമിട്ടുകൊണ്ടാണ് വയനാട്ടിൽ ശക്തമായ ഒരു
പ്രകടനവും അതുപോലെ തന്നെ റോഡ് ഷോയും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. ഇതിൽ പ്രധാനമായും പങ്കെടുക്കുന്നത് വയനാട്ടിലെ പ്രത്യേകിച്ച് ആദിവാസി മേഖലകളിലെയും അതുപോലെ തന്നെ കാർഷിക മേഖലകളിൽ നിന്നുള്ളവരെ കൂടുതൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ റാലി കൽപ്പറ്റയിൽ സംഘടിപ്പിക്കുന്നത്. ഈ മേഖലകളിൽ നിന്നെല്ലാമുള്ള പ്രത്യേകിച്ച് തിരുവമ്പാടി മലയോര കാർഷിക മേഖലകളിൽ നിന്നെല്ലാമുള്ള പുൽപ്പള്ളി പോലുള്ള മേഖലകളിൽ നിന്നുള്ള 100 കണക്കിന് പ്രവർത്തകരാണ് ഇന്ന് രാവിലെ തന്നെ കൽപ്പറ്റ നഗരത്തിലെത്തിയത്. ഏതായാലും ഇത്തരം മേഖലകളിൽ നിന്നെല്ലാമുള്ള വലിയ ജനപങ്കാളിത്തമാണ് ഈ റാലിയിലും പൊതുയോഗത്തിലും ഇതിനു ശേഷം നടന്ന റോഡ് ഷോയിലും കാണാൻ സാധിക്കും. ശരി അനൂപ്, വ്യക്തമാണ് വിശദാംശങ്ങൾ. വയനാട്ടിൽ UDF നടത്തിയ തെരഞ്ഞെടുപ്പ് റാലിക്ക് മറുപടിയായി കൂടി LDFന്റെ തെരഞ്ഞെടുപ്പ് റാലി മാറുകയാണ്. വലിയ ജനപങ്കാളിത്തം കാർഷിക മേഖലയെ പ്രത്യേകിച്ചും ഫോക്കസ് ചെയ്യുന്നുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തവണ തെരഞ്ഞെടുപ്പിൽ എന്നാണ് അനൂപ് നൽകുന്ന വിവരങ്ങൾ. അതിന്റെ ഭാഗമായി നിരവധി കർഷകരും ഈ വലിയ റാലിയിൽ പങ്കാളികളാകുന്നു. 4 മന്ത്രിമാരടക്കം ഈ റാലിക്ക് നേതൃത്വം കൊടുക്കുകയാണ്. നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ റാലി ഇപ്പോൾ കൽപ്പറ്റയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അനൂപാണ് വിശദാംശങ്ങൾ നൽകിയത്. ഒരിടവേള. വർഗീയ ശക്തികൾക്കെതിരെ പോരാടാതെ അവരുമായി ഒത്തുതീർപ്പ് ചെയ്യുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പാലക്കാട് പട്ടാമ്പിയിൽ LDF തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ മുന്നണികൾ തെരഞ്ഞെടുപ്പ് റാലികളുമായി പ്രചരണ രംഗത്ത് സജീവമാണ്. വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കുന്ന തിരഞ്ഞെടുപ്പ് റാലികളിലൂടെ മണ്ഡലത്തിലെ വോട്ടർമാർക്കിടയിൽ സ്വാധീനമുറപ്പിക്കുകയാണ് മുന്നണികൾ. പാലക്കാട് മണ്ഡലത്തിലെ പട്ടാമ്പിയിലും ഷൊർണൂരിലും ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് റാലി CPIM പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രത്തിൽ BJPയെ അധികാരത്തിൽ നിന്ന് മാറ്റി മതനിരപേക്ഷ സർക്കാർ രൂപീകരിക്കണമെങ്കിൽ പാർലമെന്റിൽ CPIM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ കക്ഷികളുടെ അംഗബലം വർദ്ധിപ്പിക്കണമെന്നും കോൺഗ്രസ് വർഗീയ ശക്തികളെ എതിർക്കാതെ ഒത്തുതീർപ്പ് രാഷ്ട്രീയം കളിക്കുകയാണെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. We have to ensure that the BJP is defeated and there is in place of the BJP there is a secular government at the center. For bringing about a secular government at the center, it is essential that the strength of the left, the strength of the CPIM in parliament is increased. Parties like the Congress party have no consistent record of fighting the communal forces. They have time and again compromised or surrendered before the communal forces. UDFനായി ആലത്തൂർ പാലക്കാട് മണ്ഡലങ്ങളിൽ വിവിധ പരിപാടികളിൽ രമേശ് ചെന്നിത്തല പങ്കെടുത്തു. നാളെ പാലക്കാട് മണ്ഡലത്തിൽ മണ്ണാർക്കാടും പിരായിരിയിലും ഇടതുമുന്നണി തിരഞ്ഞെടുപ്പ് റാലികളിൽ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പങ്കെടുക്കും. വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും VS അച്യുതാനന്ദനും സംസ്ഥാന മന്ത്രിമാരും ഉൾപ്പെടെയുള്ള നേതാക്കൾ ആവേശം നിറച്ച് റാലികളിലെത്തും. UDF NDA ദേശീയ നേതാക്കളും വിവിധ കേന്ദ്രങ്ങളിലെ തിരഞ്ഞെടുപ്പ് റാലികളിലെത്തും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൊടുപുഴ നഗരത്തെ ത്രസിപ്പിച്ച മഹിളകളുടെ മഹാറാലി. ഇടുക്കിയിലെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിനെ വോട്ട് അഭ്യർത്ഥിച്ച് നടന്ന റാലിയിൽ പ്രായഭേദമന്യേ നിരവധി പേർ പങ്കാളികളായി. അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ ചിത്രം പതിച്ച പ്ലക്കാർഡുകളുമായി തൊടുപുഴ മെർച്ചന്റ് ട്രസ്റ്റ് ഹാൾ പരിസരത്ത് നിന്നാണ് റാലി ആരംഭിച്ചത്. റാലിയിൽ തൊടുപുഴ അസംബ്ലി മണ്ഡലത്തിലെ വനിതകൾ അണിനിരന്നു. വിദ്യാർത്ഥിനികളും വൃദ്ധരും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത റാലി ഗാന്ധി സ്ക്വയറിലാണ് സമാപിച്ചത്. റാലിക്ക് മുന്നോടിയായി മെർച്ചന്റ് ട്രസ്റ്റ് ഹാളിൽ ചേർന്ന LDF വനിതാ കൺവെൻഷൻ പ്രമുഖ സിനിമാ സീരിയൽ താരം ഗായത്രി ഉദ്ഘാടനം ചെയ്തു. വർഗീയതയെ തുടച്ചു നീക്കി രാജ്യത്ത് സദ്ഭരണം കൊണ്ടുവരാൻ സ്ത്രീ സമൂഹം ജാഗ്രതയോടെ ഇടപെടേണ്ട കാലഘട്ടമാണിതെന്ന് ഗായത്രി പറഞ്ഞു. ഇടതുപക്ഷം വികസന കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ ജാതി ചിന്തകളിലൂടെ പ്രത്യാരോപണങ്ങൾ ഉയർത്തി ജനങ്ങളെ ചേരിതിരിവിലേക്ക് നയിക്കാനാണ് വർഗീയതയുടെ വക്താക്കളുടെ ശ്രമം എന്നും അവർ പറഞ്ഞു. വളരെ സംഘടനാപരമായി നല്ല രീതിയിൽ നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷത്തിന്റെ ഒരു പ്രവർത്തന വിജയം എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ആവശ്യമായി തീരുന്നു ഒരു ബദൽ ഭരണ സംവിധാനം എന്നുള്ളത്. മഹിളാ സംഘം താലൂക്ക് പ്രസിഡന്റ് സുജ ഷാജി അധ്യക്ഷത വഹിച്ചു. ഇടത് നേതാക്കളായ KP മേരി, VV മത്തായി, K സലീംകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.
സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ കിഫ്ബിയുടെ മസാല ബോണ്ടിന് അന്താരാഷ്ട്ര അംഗീകാരം. കിഫ്ബിയെക്കുറിച്ച് കൈരളി പീപ്പിൾ TV സംഘടിപ്പിച്ച പ്രത്യേക പരിപാടിക്കിടെയാണ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ദി ഇയർ ഇൻ ആനുവൽ UK ഇന്ത്യ അവാർഡ് 2019 കിഫ്ബി മസാല ബോണ്ടിനെ നോമിനേറ്റ് ചെയ്ത വാർത്ത ധനമന്ത്രിയെ തേടിയെത്തിയത്. ഏറെ നാളുകൾക്ക് ശേഷം തോമസ് ഐസക് അധ്യാപകനായി എത്തിയെന്ന കൗതുകവും പീപ്പിൾ TVയുടെ പരിപാടിക്ക് ഉണ്ടായി. സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ കിഫ്ബിക്കെതിരെ അനാവശ്യ വിവാദങ്ങൾ ഉയർത്തി പ്രതിപക്ഷം രംഗത്ത് വന്ന സാഹചര്യത്തിലാണ് കിഫ്ബി എന്തെന്നും മസാല ബോണ്ട് എന്തെന്നും വിശദീകരിക്കാൻ നാളുകൾക്ക് ശേഷം ധനമന്ത്രി അധ്യാപകന്റെ റോളിലെത്തിയത്. കിഫ്ബിയെക്കുറിച്ചും മസാല ബോണ്ടിനെക്കുറിച്ചും വിവാദങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ കൈരളി പീപ്പിൾ TV സംഘടിപ്പിച്ച പ്രത്യേക പരിപാടിയിലാണ് ധനമന്ത്രി കിഫ്ബിയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ പങ്കുവച്ചത്. കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യവട്ടം ക്യാമ്പസിലെ എക്കണോമിക്സ് വിദ്യാർത്ഥികളാണ് തോമസ് ഐസക്കിന്റെ ക്ലാസ്സിൽ കിഫ്ബിയെക്കുറിച്ച് പഠിക്കാനെത്തിയത്. കുട്ടികളുടെ സംശയങ്ങൾക്ക് ലളിതമായ ഭാഷയിൽ ഏറ്റവും മികച്ച ഉത്തരങ്ങൾ നൽകി ക്ലാസ് മുന്നേറുന്നതിന് ഇടെയാണ് ആ സന്തോഷ വാർത്ത സംസ്ഥാനത്തെ തേടിയെത്തിയത്. ഞങ്ങളുടെ പരിപാടിയിൽ തന്നെ ധനമന്ത്രി ആ വാർത്ത കേരളത്തെ അറിയിച്ചു. കിഫ്ബിയെ തേടിയെത്തിയ അന്താരാഷ്ട്ര അംഗീകാരമായിരുന്നു ആ വാർത്ത. ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ദ ഇയർ ഇൻ ദ ആനുവൽ UK ഇന്ത്യ അവാർഡ് 2019 കിഫ്ബിയെ നോമിനേറ്റ് ചെയ്ത വാർത്തയാണ് പീപ്പിൾ TVയുടെ പരിപാടിക്കിടെ ധനമന്ത്രിയെ തേടിയെത്തിയത്. നമുക്ക് വളരെ സന്തോഷകരമായിട്ടൊരു കാര്യം അനൗൺസ് ചെയ്യാനുണ്ട്. കിഫ്ബിയുടെ മസാല ബോണ്ട് ഇഷ്യൂ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ദി ഇയർ ആയിട്ട് ആനുവൽ UK ഇന്ത്യ അവാർഡ് 2019 നോമിനേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഈ വർഷത്തെ ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കിഫ്ബി മസാല ബോണ്ടിനെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നുള്ള വിവരമാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. അത് വളരെ വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അനാവശ്യ വിവാദങ്ങൾ ഉയർത്തി സംസ്ഥാനത്തിന്റെ വികസന സ്വപ്നങ്ങളെ തടയാൻ ശ്രമിച്ചവർക്കുള്ള മറുപടി കൂടിയാണ് ഈ നേട്ടമെന്നും തോമസ് ഐസക് പറഞ്ഞു. തന്റെ ഇഷ്ടപ്പെട്ട മേഖലകളിലൊന്നായ അധ്യാപനത്തിലേക്ക് ഒരിക്കൽ കൂടി മടങ്ങിപ്പോകാൻ കഴിഞ്ഞ ഐസക്കിന് കിഫ്ബിക്ക് ലഭിച്ച അന്താരാഷ്ട്ര അംഗീകാരം ഇരട്ടി മധുരമായി. ന്യൂസ് ഡെസ്ക്